ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെനിൻസ് ബ്ലോഗ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചൂരൽമലയാണ്. ഇപ്പോൾ വയനാട്ടിൽ വലിയ ഫ്ലഡൊക്കെ നടന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മേപ്പാടി ജംഗ്ഷനിലാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റോഡും കാര്യങ്ങളൊക്കെ വളരെ സങ്കടകരമാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയണത് കേട്ടോ. ഇതിൻ്റെ ഉരുൾപൊട്ടൽ വന്നതാണോ എന്നറിയില്ല, എന്നാലും നമ്മൾ കാണുമ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലൊരു ഇനോവ പോയോണ്ടിരിക്കുന്നുണ്ട്. റോഡ് ഭയങ്കര ഷോക്കാണ്. സൈഡൊക്കെ കണ്ടില്ലേ, ഇതായിട്ടില്ല, ബോർഡൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഇവിടെയും പൊട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നവർ. ബോർഡിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. കുറേ വണ്ടികൾ ഓടിയിട്ടാണെന്ന് തോന്നുന്നു. റോഡൊക്കെ ഭയങ്കര മോശമായിട്ടാണുള്ളത്. ഇത് ഇവിടുത്തെ ഒരു കോളേജാണെന്നാണ് എനിക്ക് പറഞ്ഞ അറിവ്. കോളേജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചൂരൽമലയ്ക്കുള്ള യാത്രയാണ് തിരിച്ചു കേട്ടോ. നമ്മൾ മേപ്പാടി ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് നമ്മൾ ചൂരൽമല റൂട്ടിലേക്കാണ് പോകുന്നത്. ഭയങ്കര മഴയാണ്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, റോഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പണികളൊക്കെ എല്ലാം ഭയങ്കര ഷോക്കാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു സ്ഥലം കണ്ടു. ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്താൻ വേണ്ടി നോക്കിയാൽ ഇറങ്ങാൻ പറ്റൂല, ഭയങ്കര മഴയല്ലേ. ഇങ്ങനെ ഉണ്ടായ തേയിലത്തോട്ടങ്ങളാണ്. പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അവരിവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ. അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചു. നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് കണ്ടില്ലേ, ഫുൾ ചെക്കിങ്ങും മഴയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്താണെന്നറിയില്ല. ഇത് കണ്ടില്ലേ, സ്ഥലങ്ങളൊക്കെ മേലെ ഭയങ്കര മഴയിലാണ്. സത്യം പറഞ്ഞാൽ ഇവരെ കാര്യം ഭയങ്കര ഷോക്കാട്ടോ. ഇഷ്ടം പോലെ പോലീസ് വണ്ടികളും പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളും. ഇതാണ്ടോ, ഇവർ മറ്റേ ഇവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ ആൾക്കാരാണ്. അവർ വന്ന് നോക്കി പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ കൊടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. ഇവിടെയാണ് ആ പൊട്ടിയ സ്ഥലങ്ങൾ. ഞാൻ വിശദമായി കാണിച്ചു തരാം. ഇതാണ്ടല്ലേ, ഇതാണ് അവിടുത്തെ മേലെന്നുള്ള ലൊക്കേഷൻ. പൊട്ടി ആ വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. നമുക്ക് ആ മറ്റേ മിലിറ്ററിക്കാരിട്ട പാലം ഒക്കെ ഉള്ള സ്ഥലമാണിത്. അവിടെ കണ്ടില്ലേ, എല്ലാ വീടുകളും ചെളിയും ചേറും കാര്യങ്ങളൊക്കെ. ആ സ്കൂളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ സ്ഥലമാണത്. കണ്ടില്ലേ, ആ സ്കൂളിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം സൂം ചെയ്താൽ എടുത്ത് കേട്ടോ, മേലെ നിന്നുള്ളതായതുകൊണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് റോട്ടിലേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഫുള്ള് വേസ്റ്റുകളാണ്. ഇതല്ലേ, നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ക്യാമ്പിലാണെന്നാണ് പറഞ്ഞത്. കുറേ പേര് മേലെ ഉണ്ട്. അതിൻ്റെ ഇടയിലൊരു പള്ളി കാണുന്നുണ്ട് നമുക്ക്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് കുറേ 10-25ഓളം ആൾക്കാരെടുത്ത സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഈ ഏരിയ കേട്ടോ. ഇവിടെ എല്ലാവരും നമ്മളെ സ്വന്തം ബന്ധങ്ങളാണ്, നമ്മളെ ഫ്രണ്ട്സാണ്.
എല്ലാവരും പോയ സ്ഥലമാണത്. ഇത് കണ്ടില്ലേ, ഒരു ഭാഗമാണത്. ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഇവിടെ കുറേ വീടുകൾ ഉണ്ടായതാട്ടോ. ഇതൊക്കെ വീടുകളുണ്ടായ സ്ഥലമാണ് ഇത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയില്ല. ആ മേലെ ലൈറ്റിന് ഉണ്ടായതാണ് ഇതൊക്കെ വീടുകളൊക്കെ. ഇപ്പം ഈ കാണിച്ചു തന്ന വീടിൻ്റെ അടുത്തുണ്ടായത് അതേ സെയിം ഇതിലുണ്ടായതാണ് കേട്ടോ. കണ്ടില്ലേ, വീടുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ താമസിക്കാൻ ആൾക്കാരില്ല, എല്ലാവരും ക്യാമ്പിലാണ്. ഇനിയും പൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയണേ. ഇന്നത്തെ മഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, എന്നാ മഴയാണ്. ഇത് കണ്ടോ, ഈ സ്ഥലം ഇതേ ലെവലിലുണ്ടായ സ്ഥലമായിരുന്നു അത്. ഈ വീടുകളിലുള്ള ലെവലിലുണ്ടായ സ്ഥലമായിരുന്നു അത്. പോയി, അവിടെ കുറേ വീടുകൾ പോയി, നമ്മളെ കൂടെയുള്ള ആൾക്കാർ പോയി. ഇതുണ്ടോ, ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടുണ്ട്. അത് ഉരുൾപൊട്ടല്ല കേട്ടോ, അവിടുത്തെ വെള്ളം ചാടി കൊണ്ട് പൊട്ടുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് എടുത്താണ്. പക്ഷേ ആ കണ്ടില്ലേ, പുഴയിലൊക്കെ നല്ല വെള്ളം കൂടി. അപ്പോൾ വെള്ളം കൂടിയ സമയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടില്ലേ, എന്ത് നല്ലൊരു വീടുകളായിരുന്നു. ഇങ്ങനെ ഒന്നുമില്ലാതായിട്ട് കണ്ടു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും നല്ലൊരു വീട്. അത് പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ എല്ലാ ഇതും കിടക്കുന്നുണ്ട്. ഇവിടെ ബീറോ, കട്ടിൽ എല്ലാം കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്നാണ് കുറേ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ കൈയും കാലൊക്കെ ആയിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഇത് കൊണ്ടുവന്നിരുന്നു നമ്മളെ വണ്ടിയിൽ. ചെറിയ ഇവർക്കൊരു സഹായമായിട്ട് കൊടുക്കാനാണ്. ഇത് കാണിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായില്ല. എന്തായാലും നമ്മളിവിടെ വന്ന് നിങ്ങൾ പറയുമല്ലോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണെന്ന്. അതിനല്ല, ഞങ്ങൾ വന്നത് സത്യത്തിൽ ഇതിനാണ്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവരെ കഷ്ടപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റണത് നിങ്ങൾ ചെയ്യുക. പക്ഷേ ക്യാമ്പിലൊന്നും കൊണ്ടുപോയി കൊടുക്കരുത് കേട്ടോ. ഇവർ പറയണത് അതാണ്, ക്യാമ്പിലൊന്നും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടൂല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇവർ വീട്ടിലേക്ക് തിരിഞ്ഞ ആൾക്കാരാട്ടോ. ക്യാമ്പിലുള്ളവർക്ക് കിട്ടണില്ല എന്നല്ല, അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വീട്ടിലേക്ക് തിരിഞ്ഞവർക്കൊന്നും കിട്ടണില്ല. അപ്പോൾ അവർക്കൊരു സഹായം നമുക്ക് ചെയ്യണത് വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധനങ്ങൾ. കണ്ടില്ലേ, ഇതൊക്കെ വെറുതെ നമ്മൾ എന്തായാലും കാണിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ പറയുമല്ലോ, ഓ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇത് കണ്ടോ, ഫുള്ള് വീടുകളുടെ ഉള്ളിൽ മൊത്തം ചെളിയും ചേറും. സങ്കടകരമാണ് കേട്ടോ ഇവരിതൊക്കെ കാണുമ്പോൾ. ഇതുവരെ വണ്ടി വരുള്ളൂ, ഇതിനപ്പുറത്തും സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതാ കണ്ടില്ലേ, പയ്യെന്തോന്ന് പറഞ്ഞ് വരുന്നുണ്ട് നമ്മളടുത്ത്. എന്താന്ന് നോക്കാം. വണ്ടി പോവില്ല, വെള്ളം കയറി, രണ്ടാമതും വെള്ളം കയറി. ഇന്ന് വെള്ളം കൂടുതലാണ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. മുന്നിലൊരു കാറും ഉണ്ട്, അവരോടും അതാ പറയണേ. ശരി, നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ, വേസ്റ്റുകളൊക്കെ കയറി. ഈ വീടൊക്കെ ആൾ താമസമൊന്നുമില്ല, പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, വണ്ടി പോണ ഒരു പാലമായിരുന്നു. പക്ഷെ വണ്ടി പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ എല്ലാവരും ഇപ്പുറത്തേക്ക് കടത്തി വിടുകയാണ്. ചേച്ചിമാരും വരുന്നുണ്ട്. പക്ഷെ ഇവരൊരു കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്തായാലും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ കുറേ നമ്മളെ GMDU ആംബുലൻസുകാരൊക്കെ
സാക്കിർ, മണി, യേസ്ദാസ് ഇവരൊക്കെ വന്ന് ഇവിടെ കുറേ ഇവിടെ നിന്നാണ് മരിപ്പുകളൊക്കെ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു കേട്ടോ, GMDOൻ്റെ ആൾക്കാരാണ് ഇവിടെ വന്നത്, തമിഴ്നാട്ടിലത്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതല്ലേ ഒരു വീടിൻ്റെ അവസ്ഥയാണിത്. വീടിൻ്റെ അകത്ത് കയറാനും പറ്റൂല, ഇവിടുത്തെ ആൾക്കാരും ഇവിടെ താമസമല്ല. എന്ത് ചെയ്യാനാന്ന് നോക്ക്. ഇതേണ്ടില്ലേ, ഇവരൊക്കെ പറയണ സമയത്ത് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതിൻ്റെ അപ്പുറത്തൊക്കെ ഫുള്ള് വെള്ളമാണ്, ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ സങ്കടകരമാണ്. എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ തിരിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തോ, അത് കഴിഞ്ഞ് ഇപ്പറേ ഭാഗം വന്നു കേട്ടോ. നമ്മളെ പാലം, നമ്മളെ മിലിറ്ററിക്കാർ ഉണ്ടാക്കിയ പാലാണത്. ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കുറച്ചൊരു 10-20 ഫാമിലി ഉണ്ട്. അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് വരണം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്ന് കയറിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ഇവിടെ എന്തോ ഒരു മാടാണെന്നാണ് തോന്നുന്നത് കേട്ടോ, അടിച്ച് വന്നതാന്ന് പറഞ്ഞ്. യെസ് മാടന്നെ, അത് വെള്ളത്തിലടിച്ച് വന്നതാണെന്ന് പറഞ്ഞ്. പക്ഷെ ജീവനുണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടെ അതിനെ രക്ഷപ്പെടുത്താനുള്ള ഇതാണ് അവർ എടുത്ത് കയറ്റി. ഈ പാലത്തിലാണ് രാഹുൽ ഗാന്ധിയും പിന്നെ നമ്മളെ മോദിജിയും നമ്മളെ മിലിറ്ററിക്കാരെല്ലാവരും ചെയ്ത് 17 മണിക്കൂർ കൊണ്ട് ചെയ്ത പാലമാണിത്. അവിടെ നമ്മൾ വന്ന് കണ്ട്. ഇതല്ലേ വണ്ടി പോണതും ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. പക്ഷെ ഇവിടെ ഒരു പോലീസുകാരനുണ്ട്, മിലിറ്ററിൻ്റെ ആളാണെന്ന് തോന്നണം. ഇതാണ്ടില്ലേ എന്ത് വലിയ പാറകളാണ് ഉരുണ്ട് വന്നിട്ട്. ഒരു വണ്ടി കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് നോക്കാം. ഇവർ ഈ പശുവിനടുത്ത് കയറ്റാൻ പറ്റൂലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പോലീസുകാർ പറയുന്നുണ്ട് എല്ലാവരും മാറി നിൽക്കണം, വണ്ടികൾ പോകുന്നുണ്ട്, വെള്ളം കൂടിയിട്ടുണ്ട് പുഴയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് മാറി നിൽക്കാം, എന്തായാലും മഴയല്ലേ. ഇതുണ്ടല്ലേ 17 മണിക്കൂർ കൊണ്ട് സൃഷ്ടിച്ചൊരു പാലാണിത്. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ടൗണാണിത്. ഒന്നും ഇല്ലാത്തൊരു ശവകുടീരം എന്നും പറയാം. പാലത്തിൽ പോകാൻ വേണ്ടിയുള്ള എല്ലാ വണ്ടികളും പോകാമെന്നുള്ള ഒരു ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ടൗണ്. ഇവിടെ നിന്നൊക്കെ കുറേ മരിപ്പുകളൊക്കെ എടുത്തിട്ട് നമ്മളെ കൂടപ്പിറപ്പുകൾ തന്നെയാണ്, ഫ്രണ്ട്സുകളുണ്ടാവാം. ഇതല്ലേ ഇറ്റാച്ചികളും കാര്യങ്ങളൊക്കെ നിർത്തി വച്ചിട്ടുണ്ട്. ഒരു സങ്കടകരമായ സ്ഥലം. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സങ്കടമാവും കേട്ടോ. ഇതൊക്കെ പക്ഷെ ഇവിടെ വന്ന് നോക്കണം കേട്ടോ എല്ലാവരും എന്തായാലും, അപ്പോഴാണ് നമുക്ക് ആ ഇതറിയുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുമ്പോഴൊന്നും ഒരു ഇതറിയില്ല. ഇപ്പോൾ 2-3 ഇറ്റാച്ചികളൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഏഷ്യനെറ്റിൻ്റെ ലൈവ് കൊടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരിവിടെ സീരിയസ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ടില്ലേ ആർമീൻ്റെ വണ്ടിയുണ്ട്, പിന്നെ ആംബുലൻസുകളുണ്ട്. ഇന്നും 2-3 ബോഡിയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ആളറിയില്ല. അങ്ങനത്തെ ബോഡികളാണ് എല്ലാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്.
ഇവിടെ മുങ്ങി തകർന്ന് നിൽക്കുന്ന ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങളെ കാണിച്ചു തന്നു. ഇനി എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവാനല്ല, നിങ്ങൾ ഷെയർ ചെയ്ത് കാണിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന കാര്യം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കുറേ ആൾക്കാർ കാണട്ടെ. പക്ഷേ എന്തെങ്കിലും പിന്നെ ഇങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടുവന്ന് സഹായം ചെയ്യാനുള്ള ഏർപ്പാട് ഈ വീഡിയോയിലൂടെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ചൂരൽമലയോട് ബൈ.